വിവാദങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ നടക്കുന്ന ഈ മതിലിന്റെ വിവാദമാണ്. മതിൽ നിങ്ങൾ കണ്ടോളൂ, മതില് കണ്ടോളൂ. മറുനാടൻ വ്ളോഗർ അല്ലെ, വ്ളോഗേഴ്സ്, അവര് കെട്ടിത്തന്ന മതിലാണ്, അവരും ഇതിനകത്ത് അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നം നടക്കുവാണ്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഡീറ്റെയിൽ പപ്പായ്ക്ക് അറിയാം. പപ്പ പറ പപ്പ. ഞാൻ ആദ്യം ഇതൊന്ന് എടുത്ത് പറയട്ടെ, ഇവർ വന്ന തമ്പലിനെല്ലാം എടുത്ത് പറയട്ടെ. ഞാൻ പറയട്ടെ? കൊല്ലം സുധിക്ക് കൊട്ടാരമായി നിർമ്മിച്ചു നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന്. ഇത് ഫസ്റ്റ്. കൊല്ലം സുധിക്ക് കൊട്ടാരം നിർമ്മിച്ചു തന്നത് ഫ്ലവേഴ്സ് അല്ല. ഇങ്ങനെ ചെയ്യരുത്. വലിയ ഗുഡ് വിൽ ഉണ്ടായിരുന്നതാണ്, സകല ഗുഡ് വില്ലും പോയി. ഏട്ടൻ മരിച്ചപ്പോൾ ഞങ്ങൾ അനാഥരാകും ഓർത്തപ്പോൾ തന്നെ അവരാണ് വീടിന്റെ കാര്യമെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ KSDC ചെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞാൽ അവര് വീട് ചെയ്തു തന്നത്. അടുത്തത്, ആ വീട് മറുനാടന്റെ അധ്വാനം. രേണുസുതി വന്ന വഴി മറക്കൽ. ഇതിന് മാപ്പില്ലേ? ഈ സാധനം കൂട്ടിക്കെട്ടിട്ട് സമയം കഴിയും. എന്ത് മാപ്പില്ലെന്ന്? മറുനാടൻ എന്നെ ഞാൻ മറുനാടന് ഞാൻ എന്തിനാ, എനിക്കെന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറുനാടൻ? നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? നിങ്ങളോട് നിങ്ങൾ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഒരു ബന്ധവും ഇല്ല, പ്രശ്നമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതായത് ചെന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നു. ഇതിലെ ഡീറ്റെയിൽ പപ്പ പറയും. ബാക്കി മാപ്പാക്കണ ഇനിയൊന്നുമില്ല. രേണു സുധി ഫിറോസിനോടും മറുനാടിനോടും ചെയ്തത്. എന്ത് ചെയ്തത്? ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാണ് സാജൻസ്കറിയെ പറയുന്നത്? ഇവനാള് കൊള്ളാലോ. താങ്കൾ എന്താണ് പറയുന്നത്? താങ്കളെ എല്ലാരെയും പേടിപ്പിക്കുന്നത് എന്നെ പേടിപ്പിക്കാനാണ് വരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല. ദൈവമേ കുഴഞ്ഞല്ല. ചെറിയൊരു അത്യാവശ്യം ഉണ്ട്, ഇപ്പൊ വരാം.